വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിനായുള്ള പട്ടിക ഗവർണർ തിരിച്ചയച്ചു. സർക്കാർ നൽകിയ 3 പേരുടെ പട്ടികയാണ് തിരിച്ചയച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ആരുടെയൊക്കെ പേരുകളാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്? സർക്കാരുമായുള്ള പോര് രൂക്ഷമാക്കിക്കൊണ്ടു തന്നെയാണോ ഗവർണറുടെ ഈ നടപടിയും? വിനിത, വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിൽ ഗവർണർ നേരത്തെ ഒപ്പിട്ടിരുന്നു. ഹരി പി നായർ ആയിരുന്നു മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത്. മുൻ ലോർഡ് സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിയമനം ശരിവെച്ചു. അദ്ദേഹം ചുമതലയേൽക്കുന്ന സ്ഥിതിയിലാണിപ്പോൾ കാര്യങ്ങൾ. എന്നാൽ വിവരാവകാശ കമ്മീഷനിലെ 3 അംഗങ്ങളുടെ പട്ടികയാണിപ്പോൾ രാജ്ഭവനിൽ നിന്ന് സർക്കാരിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത്. മന്ത്രിസഭാ തീരുമാനപ്രകാരം രാജ്ഭവനിലേക്ക് ഗവർണറുടെ അനുമതിക്കായി അയച്ച 3 പട്ടികകളാണ് പരാതികൾ ഉണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത്. ഈ 3 അംഗ പട്ടികയിൽ 2 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് മലയാള മനോരമ ദിനപത്രത്തിലെ അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ സോണിച്ചൻ പി ജോസഫിൻ്റെ പേരാണ് ഒന്ന്. മറ്റൊന്ന് കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന രാമകൃഷ്ണൻ എന്ന ആളുടെ പേരുമുണ്ട്. ഇതടക്കം 3 പേരുടെ പേരുകളാണ് ഈ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ സ്ഥാനത്തേക്ക് സർക്കാർ ശുപാർശ ചെയ്തത്. ഈ പേരുകളാണിപ്പോൾ ഗവർണർ തിരിച്ചയച്ചിരിക്കുന്നത്. ഇത് വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പട്ടിക രാജ്ഭവൻ തള്ളുന്നത് ഇതാദ്യമല്ല. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജസ്റ്റിസ് പി സദാശിവം സംസ്ഥാന ഗവർണറായിരിക്കുമ്പോൾ അന്നും സമാനമായ രീതിയിൽ പരാതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് ഈ ബയോഡേറ്റയിലെ പിശകുകളും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ നിയമനത്തിൻ്റെ ലിസ്റ്റ് മടക്കിയ ചരിത്രമുണ്ട്. അതേ ചരിത്രം ഇപ്പോൾ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ആവർത്തിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.